ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ്. അപ്പോൾ ഇന്ന് ആം, കുറച്ച് പൈസ ഉണ്ടാക്കാനുള്ള പരിപാടികൾ പഠിപ്പിക്കാം. ഈ രീതിയിൽ പൈസ ഉണ്ടാക്കാൻ പറ്റുമോ എന്ന് നിങ്ങളുടെ അഭിപ്രായം എനിക്കറിയണം. നമ്മളെല്ലാവരും ജീവിക്കുന്നത് പൈസ ഉണ്ടാക്കാനായിട്ടാണ്. അപ്പോൾ എൻ്റെ ഐഡിയ കൊണ്ട് വേറെ ആർക്കെങ്കിലും ഗുണമുണ്ടാവുകയാണെങ്കിൽ അത് വളരെ നല്ലതാണ്. അതേപോലെ എൻ്റെ ഐഡിയയിൽ മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾ അതെനിക്ക് പറഞ്ഞു തരികയാണെങ്കിൽ അത് കറക്റ്റ് ചെയ്ത് നമുക്ക് ഒരുമിച്ച് മുന്നോട്ട് പോകാം. അപ്പം നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. കോൺസെപ്റ്റ് ബോണ്ട് ആർബിട്രാജ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു കോൺസെപ്റ്റാണ്. അതായത് ഇപ്പോൾ ഈ സഹകരണ ബാങ്കുകൾ അല്ലെങ്കിൽ സർവീസ് കോപ്പറേറ്റീവ് ബാങ്കുകൾ, അങ്ങനത്തെ ബാങ്കുകളിൽ നമുക്ക് 4% അഗ്രികൾച്ചർ ലോൺ കിട്ടും. അപ്പോൾ ഈ 4% കിട്ടുന്ന അഗ്രികൾച്ചർ ലോൺ എടുത്തിട്ട് അതേ ലോണ് ആ പൈസ 6% അല്ലെങ്കിൽ 8% കിട്ടുന്ന നാഷണലൈസ്ഡ് ബാങ്കുകളിൽ വെക്കുകയാണെങ്കിൽ എത്ര നന്നായിരിക്കും. നമുക്ക് അതിൻ്റെ ഡിഫറൻസ് ആയിട്ടുള്ള 2% കിട്ടില്ലേ? അങ്ങനെയാണെങ്കിൽ ബാങ്കുകൾക്ക് പകരം ബാങ്കിനെക്കാട്ടിലും ബാങ്ക് പിന്നെയും റിസ്ക് ഇല്ലേ? അതായത് ഇപ്പോൾ ബാങ്ക് പൊട്ടിപ്പോയി കഴിഞ്ഞാൽ നമ്മളിട്ട FD നശിക്കുകയോ അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ വരില്ലേ? അപ്പോൾ ബാങ്കിനെക്കാട്ടിലും സേഫ് അല്ലേ അതായത് ഗവൺമെൻറ്റിന് പൈസ കൊടുക്കുന്നത്, എന്നിട്ട് ഗവൺമെൻറ്റിൻ്റെ അടുത്ത് നിന്ന് പലിശ വാങ്ങണത്? അങ്ങനെ ഗവൺമെൻറ്റിൻ്റെ അടുത്ത് നിന്ന് ഗവൺമെൻറ്റിന് പൈസ കൊടുത്ത് ഗവൺമെൻറ്റിൻ്റെ അടുത്ത് നിന്ന് പലിശ വാങ്ങാൻ ഉപയോഗിക്കുന്ന സംഭവങ്ങളാണ് ഗവൺമെൻറ് സെക്യൂരിറ്റീസ്, അതായത് GSEC ബോണ്ട്സ് എന്ന് പറയും. അപ്പോൾ ഒരു ബോണ്ട് കാണിച്ചു തരാം. ഇതെനിക്ക് നമ്മുടെ SBIകളിലൊക്കെ വാങ്ങാൻ കിട്ടും തോന്നുന്നുണ്ട്. ഇത് കണ്ടോ, 10-year ബോണ്ട്. ഇതിൻ്റെ പലിശ കണ്ടോ, 6%, 6.8% വരെ നമുക്ക് സെക്യൂർഡായിട്ട് കിട്ടും. നമ്മൾ ഗവൺമെൻറ്റിന് 1,00,000 രൂപ കടമായിട്ട് കൊടുത്തു കഴിഞ്ഞാൽ അതിന് ഗവൺമെൻറ് നമുക്ക് 6,600 രൂപ എല്ലാ വർഷവും നമുക്ക് തിരിച്ചു തരും. അപ്പോൾ ഇതൊരു നല്ലൊരു പരിപാടിയല്ലേ അല്ലേ? ബാങ്കിനെക്കാട്ടിലും പ്രൊട്ടക്റ്റഡ് ആണ്. ബാങ്ക് പൊളിഞ്ഞു കഴിഞ്ഞാൽ പോയി, പക്ഷെ ഇന്ത്യ മഹാരാജ്യം പൊളിഞ്ഞാൽ മാത്രമേ നമുക്ക് ഈ പൈസ കിട്ടാതിരിക്കുള്ളൂ. അപ്പം അത്രയും സേഫുമാണ്. അങ്ങനെയാണെങ്കിൽ ഇതിനെക്കാട്ടിലും കുറവ് ലോണ് വരുന്നത്, അപ്പോൾ അതായത് ഈ ബോണ്ട് 6% ഇന്ത്യൻ ഗവൺമെൻറ് പലിശ തരണമെങ്കിൽ ബാങ്കുകൾ 6.5 ബാങ്കുകൾ അതിനെക്കാട്ടിലും കുറവ് തന്നാലല്ലേ നമ്മളിത് വാങ്ങുള്ളൂ അല്ലേ? ബാങ്കുകൾ തരുന്നതിനെക്കാട്ടിലും കുറവ് പലിശ ഉണ്ടെങ്കിൽ മാത്രമേ കൂടുതൽ പലിശ ബാങ്കുകൾക്ക് ഇതിനെക്കാട്ടിലും കൂടുതൽ പലിശ തരേണ്ടി വരും. അങ്ങനെയാണ്. അതായത് ബാങ്കുകൾക്ക് ഇതിനെക്കാട്ടിലും കൂടുതൽ പലിശ തരേണ്ടി വരും. കാരണം ബാങ്കുകളിൽ വയ്ക്കുന്നത് ഈ ഇന്ത്യൻ ഗവൺമെന്റിൽ വയ്ക്കുന്നത് അത്രയും സെക്യൂർഡ് അല്ല. ശരിയാണ്. പിന്നെ ഞാൻ ആലോചിച്ചത്, ഇപ്പോൾ ഞാൻ വിദേശത്ത് ബാങ്ക് അങ്ങനെയാണെങ്കിൽ വിദേശത്ത് നമുക്കിത് ഈ ഒരു ഇൻട്രസ്റ്റ് റേറ്റ് വെച്ചിട്ട് വിദേശത്ത് ഏകദേശം എത്ര ഇൻട്രസ്റ്റിനാണ് ബാങ്കുകൾ കടം കൊടുക്കുന്നതെന്ന് നോക്കിയാലോ? അങ്ങനെ നോക്കുമ്പോൾ നമുക്കതിന് ഇതന്നെ അവിടുത്തെ ബോണ്ട് നോക്കിയാൽ പോരെ. അപ്പം അവിടുത്തെ ബോണ്ടിനെക്കാട്ടിലും കുറച്ച് കൂടുതൽ ഇതിനായിരിക്കും ഇത് ചെയ്യുക. അപ്പോൾ US-ൻ്റെ 10-year ബോണ്ട് എടുത്തപ്പോൾ അത് വെച്ച് മനസ്സിലാക്കിയത് US-ൽ ആകെ 4% ഉള്ളൂ. അടിപൊളിയാണല്ലോ. US-ൽ 4% ഉള്ളൂ, ഇന്ത്യയിലാണ് പറഞ്ഞു കഴിഞ്ഞാൽ 6%. അപ്പോൾ US-ന്ന് ലോൺ എടുത്തിട്ട് അത് ഇന്ത്യയിൽ ഡെപ്പോസിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇന്ത്യൻ ബോണ്ടുകളിൽ, അതായത് US ബാങ്കുകളിൽ നിന്ന് ലോൺ എടുക്കുക, എന്നിട്ട് അത് ഇന്ത്യൻ ബോണ്ടുകളിൽ ഡെപ്പോസിറ്റ് ചെയ്യുക. അങ്ങനെ ഡെപ്പോസിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ
അതിൻ്റെ ഡിഫറൻസ് ആയിട്ടുള്ള 2% ഇൻട്രസ്റ്റ് നമുക്ക് വെറുതെ ക്യാപിറ്റലായിട്ട് കിട്ടില്ലേ? കൊള്ളാലോ. ഏകദേശം ഇപ്പോൾ 4% അവിടുത്തെ ബോണ്ട് എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു 4.25 അല്ലെങ്കിൽ 4.25% ആയിരിക്കും അവിടുത്തെ ലോണുകളായിട്ട് കിട്ടുന്നുണ്ടാവുക. അപ്പം അതൊരു നല്ലൊരു കോൺസെപ്റ്റ് ആണെന്ന് എനിക്ക് തോന്നുന്നു. അപ്പം ഈ കോൺസെപ്റ്റിൻ്റെ പേരാണ് ബോണ്ട് ആർബിട്രാജ്. അപ്പം ഇത് ഞാൻ പഠിച്ചത് എവിടെ നിന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഫൈനാൻസിൽ, അതായത് ഈ വലിയ വലിയ ഇൻവെസ്റ്റേഴ്സ് അല്ലെങ്കിൽ മ്യൂച്വൽ ഫണ്ട് കമ്പനികൾ ഇങ്ങനെ ബോണ്ട് ആർബിട്രാജ് ചെയ്യും. അതായത് ഇന്ത്യൻ ബോണ്ട്സിൻ്റെ 6% വരവും അമേരിക്കൻ ബാങ്കുകളിൽ നിന്ന് 4% അല്ലെങ്കിൽ 3% ലോൺ എടുത്തിട്ട് ആ ലോണിൻ്റെ ഡിഫറൻസ് എമൗണ്ടാണ് നമ്മുടെ സ്റ്റോക്ക് മാർക്കറ്റിൽ പമ്പ് ചെയ്യുക, ആ സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത്. അങ്ങനെ വരുമ്പോൾ ഇൻട്രസ്റ്റ് റേറ്റ് കുറഞ്ഞ എന്ത് പറ്റും? അയ്യോ, അതെന്താ കുറഞ്ഞിരിക്കുന്നത്? അയ്യോ, യു എസിൻ്റെ കുറഞ്ഞിട്ടുണ്ടല്ലോ ഇന്നലെ, ഈ കഴിഞ്ഞ ആഴ്ച. ഈശ്വര, ഇന്ത്യനെ നോക്കട്ടെ. ദൈവമേ, ഇന്ത്യൻ്റെ കുറഞ്ഞിരിക്കുന്നു. .11% കുറഞ്ഞിട്ടുണ്ടല്ലോ ഇന്ത്യൻ്റെ. അയ്യോ, ഇനി സ്റ്റോക്ക് മാർക്കറ്റ് നോക്കട്ടെ. സോറി ഗൈസ്, ചെറിയൊരു ദൈവമേ. അതായത് 600 പോയിൻറ്റ്സ് സ്റ്റോക്ക് മാർക്കറ്റിൽ കുറഞ്ഞിട്ടുണ്ട്. കൊള്ളാലോ. ഇതിന് മുന്നേ ഉള്ള നോക്കണമല്ലോ, IN10. നോക്കട്ടെ, ബാക്കിലോട്ടൊന്ന് ചെയ്ത് നോക്കട്ടെ. ബാക്കിലോട്ട് നോക്കുമ്പോൾ ഇതെടുക്കാൻ പറ്റുമോ അല്ലേ? ഇവിടെ ഇത്രയും ഇടിഞ്ഞിട്ടുണ്ട്. അതായത് 23 ഒക്ടോബർ 2023 തൊട്ടിട്ട് 26 മെയ് 2025 വരെ ഇത്രയും ബോണ്ട് ഈൽഡ് ഇടിഞ്ഞിട്ടുണ്ട്. 7% ഒക്കെ കിട്ടിക്കൊണ്ടിരുന്നതാ. കൊള്ളാലോ, 7% ഒക്കെ കിട്ടുന്നുണ്ട് അല്ലേ ബോണ്ടിൽ? ഏകദേശം 7.4 തൊട്ടിട്ട് 6.2 വരെ, അതായത് 1.2% കുറഞ്ഞിട്ടുണ്ട്. കൊള്ളാം. അപ്പോൾ 23 ഒക്ടോബർ 2023 തൊട്ടിട്ട് മെയ് 2025 വരെ എത്ര ഇടിഞ്ഞിട്ടുണ്ടെന്ന് നോക്കാം നിഫ്റ്റി. കൊള്ളാലോ. നിഫ്റ്റി ഇടിഞ്ഞിട്ടില്ല. അതായത് 17,000 26,000 വരെയാണ് നിഫ്റ്റി കയറിയിരിക്കുന്നത്. അത് കൊള്ളാലോ. അപ്പോൾ ഇത് ഇവർ ഫോറിൻ ഇൻവെസ്റ്റേഴ്സും ബിഗ് ഇൻവെസ്റ്റേഴ്സും ഇൻവെസ്റ്റ് ചെയ്തില്ലെങ്കിൽ ആരായിരിക്കും ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടാവുക? മണി കൺട്രോളിൻ്റെ അടുത്ത് ചോദിക്കാം. മണി കൺട്രോളിന് അറിയാൻ പറ്റും. നോക്കാം. അതായത് FIIs എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫോറിൻ ഇൻവെസ്റ്റേഴ്സ്, DIIs എന്ന് പറഞ്ഞാൽ നമ്മൾ, അതായത് നമ്മൾ മ്യൂച്വൽ ഫണ്ട്സിന് കൊടുക്കുന്ന പൈസ മ്യൂച്വൽ ഫണ്ട്സ് ഇൻവെസ്റ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ ഒക്ടോബർ 2023 അതിൻ്റെ മന്ത്ലി ഇതാണ് കാണിക്കുന്നത്. കണ്ടോ, ശരിയാണ്. അതായത് FIIs വിറ്റോണ്ടിരിക്കുക അവിടെ. നെഗറ്റീവ് ഉണ്ടോ?
ജാനുവരി 2025 എല്ലാ മാസവും വിറ്റുകൊണ്ടിരിക്കുകയാണല്ലോ. 47,000 കോടി, ഇതൊക്കെ കോടികളാണ് കേട്ടോ. ഇത്രയും വിറ്റുകൊണ്ടിരിക്കുകയാണ്. ഇതാ വീണ്ടും വിൽക്കുകയാണ്. 2025 വിറ്റുകൊണ്ടിരിക്കുകയാണ്. കൂടുതലും വിൽക്കലാണ്. 2023 അവസാന തുടക്കം അതന്നെ. 2023 ഒക്ടോബർ 2023 തൊട്ടിട്ട് നോക്കുകയാണെങ്കിൽ കൂടുതലും വിൽക്കലാണ് എല്ലാ മാസവും. ഈ ഒരു 4 മാസം മാത്രം ചെറിയൊരു പോസ് എടുത്തു. അത് കഴിഞ്ഞിട്ട് വീണ്ടും വിറ്റുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവർ വിൽക്കുന്നുണ്ട്, കാരണം അവർക്ക് അത്രയും ഇൻട്രസ്റ്റ് കിട്ടുന്നില്ല. അതുകൊണ്ട് അവർ വിറ്റ് ഒഴിവാക്കുന്നുണ്ട്. കാരണം അവർ ബാങ്കിൽ നിന്ന് ലോൺ എടുത്തിട്ടാണ് കളിക്കുന്നത്. ബാങ്കിൽ നിന്ന് ലോൺ എടുത്ത് കളിക്കുമ്പോൾ എന്തായാലും ബാങ്കിന് പൈസ കൊടുക്കണ്ടേ. അപ്പം പൈസ കൊടുക്കുന്ന പരിപാടികൾ അവർ ചെയ്യില്ല. ഓക്കെ, ഇതാണ് നമ്മളുടെ DIAസിൻ്റെ. ഇപ്പോൾ DIAസിൻ്റെ നോക്കുമ്പോൾ കണ്ടോ, അവർ വിൽക്കുമ്പോഴെല്ലാം നമ്മൾ വാങ്ങുകയാണ്. കൊള്ളാലോ. ഇതാ ഒക്ടോബർ 2023 മുതൽ അവർ വിറ്റുകൊണ്ടിരിക്കുന്നുണ്ട്, നമ്മൾ വാങ്ങിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അവർ വിറ്റ് തീർന്നോ നോക്കാം. ഇതൊരു വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ടോപ്പിക്കിലോട്ട് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. നോക്കാം ഗൈസ്, അവർ വിറ്റ് തീർന്നോ എന്ന് നോക്കാം. എപ്പോഴും ഈ എപ്പോഴും ഒരു എലിയറ്റ് വേവ് പാറ്റേൺ, അതായത് ഇത് കണ്ടോ, വേവ് പച്ച ലൈൻ കണ്ടോ, 1 2 3 4 5 ഈ രീതിയിലായിരിക്കും എന്ത് ഫാക്ടർ താഴെയാണെങ്കിലും താഴെ. അപ്പം ഈ ഒരു രീതിയിലാണെങ്കിൽ ഏകദേശം 13 ജൂൺ 2022 മുതൽ ഇന്ത്യൻ ബോണ്ട് ഈൽഡ് കുറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. അതിൻ്റെ അർത്ഥം അപ്പം തൊട്ടിട്ടേ അവർക്ക് നഷ്ടക്കച്ചവടമാണ് ഇന്ത്യൻ മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത്. റഷ്യ ഉക്രൈൻ വാർ എപ്പോഴായിരുന്നു? 2022 അല്ലേ റഷ്യ ഉക്രൈൻ വാർ? സെർച്ച് ചെയ്ത് നോക്കാം. February 2022 February 2022 മുതൽ തുടങ്ങിയിട്ടുണ്ട്. ഉക്രൈൻ വാറില്ല, വേറെ എന്തോ റീസൺ അറിയില്ല. പക്ഷെ എന്തായാലും ബോണ്ടുകൾ കാരണം ഇപ്പോൾ വലിയ ഇൻവെസ്റ്റേഴ്സ് ഒന്നും വാങ്ങുന്നില്ല. അവർക്കെല്ലാം ഒഴിവാക്കണം. അപ്പോൾ ഒഴിവാക്കാൻ എങ്കിൽ ആരെങ്കിലും വാങ്ങണം. അതിപ്പോൾ നമ്മളല്ല വാങ്ങണത്. എന്തായാലും കൊള്ളാം. അതിലിപ്പോൾ അവസാനത്തെ സ്റ്റേജിലാണല്ലേ? അടിപൊളി. അതായത് 5th വേവിലാണ്. 5th വേവ് ആകുമ്പോഴേക്കും തന്നെ അവർ സ്റ്റോക്ക് മാർക്കറ്റിൽ നിന്ന് കംപ്ലീറ്റ് ആയിട്ട് അവരുടെ എല്ലാം വിറ്റൊഴിവാക്കും. പിന്നെ നമുക്ക് വാങ്ങാൻ ഉണ്ടാവില്ല. ഓക്കെ, അപ്പോൾ ഏകദേശം ഇതേ ലെങ്ത് തന്നെ ആയിരിക്കണം. അതായത് ഇത്രയും ഫോളോ ആവാൻ ഏകദേശം ഇത്ര ലെങ്ത് എടുത്തിട്ടുണ്ട്. അതായത് 48 വീക്സ് 52 1 ഇയർ എടുത്തിട്ടുണ്ടെന്ന് വിചാരിക്കാം. ഓൾമോസ്റ്റ് 50 bars ആണ്. 52 എടുത്തിട്ടുണ്ടെന്ന് വിചാരിക്കാം. 52 എടുത്തിട്ടുണ്ടെങ്കിൽ ഇവിടെ നിന്ന് അടുത്ത 52, അതായത് February 2027
ആവുമ്പോഴേക്കും അവർ അവർ ഓൾറെഡി സ്റ്റോക്സ് എല്ലാം വിറ്റു. ഇനിയിപ്പോൾ അവർക്ക് വിൽക്കാനുള്ളത് ബോണ്ടാണ്. കാരണം പലിശയിൽ നിന്ന് കിട്ടിയ ഇതുകൊണ്ട് സ്റ്റോക്സ് വാങ്ങിച്ചു. സ്റ്റോക്സ് എല്ലാം ഒഴിവാക്കി, കാരണം സ്റ്റോക്ക് കച്ചവടം നഷ്ടമാണ്. പിന്നെ ഈ ബോണ്ടാണ് ഹോൾഡ് ചെയ്യുന്നത് 6% വെച്ചിട്ട്. അപ്പോൾ 6% റിട്ടേൺസ് വെച്ച് ബോണ്ട് ഹോൾഡ് ചെയ്യണമെന്നുള്ളൊരു കാര്യം. പിന്നെ അവരുടെ അമേരിക്കൻ ബോണ്ട്സ് വിറ്റ് അമേരിക്കനെ നശിപ്പിക്കാൻ നോക്കുമ്പോൾ അവർ നമ്മുടെ ബോണ്ട്സ് വിറ്റ് നമ്മളെ നശിപ്പിക്കാൻ നോക്കുമല്ലോ. അപ്പോൾ ഏകദേശം ഫെബ്രുവരി 2027 ആകുമ്പോഴേക്കും അവർ നമ്മളുടെ ഇന്ത്യൻ ബോണ്ടുകളെല്ലാം വിൽക്കും. നമ്മുടെ ഇന്ത്യൻ ബോണ്ടുകൾ വിൽക്കാം, പക്ഷെ ആര് വാങ്ങും? അവർക്ക് ആവശ്യമില്ലാത്ത സ്റ്റോക്സ് നമ്മൾ വാങ്ങിച്ചതുപോലെ അവർക്ക് ആവശ്യമില്ലാത്ത ബോണ്ടുകളും ഇനിയിപ്പോൾ നമ്മളെ കൊണ്ട് വാങ്ങിപ്പിക്കണ്ടേ? അപ്പോൾ ബോണ്ട് വാങ്ങിക്കണമെങ്കിൽ സ്റ്റോക്ക് മാർക്കറ്റിനെ ക്രാഷ് ചെയ്താലേ നമ്മൾ സ്റ്റോക്സ് ഒക്കെ വിറ്റിട്ട് സ്റ്റോക്കിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത് നഷ്ടമാണെന്ന് വിചാരിച്ചിട്ട് ബോണ്ട് വാങ്ങിക്കുള്ളൂ. ഇനിയിപ്പോൾ അതുകൊണ്ടാണോ ഇനി ഇവർ നമ്മളുടെ ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റിനെ നശിപ്പിക്കുന്നത്? കാരണം ഇങ്ങനെ ഇത്രയും വലിയൊരു ഫോള് വരണമെങ്കിൽ അത് തന്നെ ആയിരിക്കണം റീസൺ. പിന്നെ ഇനി അപ്പം ഈ ബോണ്ട് മാർക്കറ്റിൽ നിന്നും ഒഴിവാവുകയാണെങ്കിൽ അവർക്ക് അതിനെക്കാട്ടിലും റിട്ടേൺസ് കിട്ടുന്ന വേറൊരു സംഭവം ഉണ്ടാവില്ലേ? അതാണോ ഇനി സ്വർണം? സ്വർണം നോക്കട്ടെ. ശരിയല്ലേ, 2023 മുതൽ 2024 ഒരു വർഷം അവർ സ്വർണത്തിൻ്റെ വില സൈഡിലോട്ട് കൊണ്ടുവന്നിട്ട് സ്വർണം വാങ്ങിച്ചിട്ടുണ്ട്. എന്നിട്ട് 2024 മുതൽ സ്വർണത്തിൻ്റെ വില കൂടുന്നുണ്ട്. അതാണ് കാര്യം. പതിയെ അവർ ബോണ്ടിൽ നിന്നും ഒഴിവായി ആ പൈസ മൊത്തം സ്വർണത്തിലോട്ട് കൊണ്ടുപോകാൻ പോവുക. സ്വർണത്തിലോട്ടും പിന്നെ കുറച്ച് അവർക്ക് ജീവിക്കാൻ, അമേരിക്കയിലുള്ള ആൾക്കാരാകുമ്പോൾ അവിടെ ജീവിക്കാനായിട്ട് US ഡോളറിലോട്ടും കൊണ്ടുപോകേണ്ടി വരുമല്ലോ. അപ്പം ഇനി ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻ സ്വർണവും US ഡോളറാണോ എന്ന് എനിക്കറിയില്ല. എന്തായാലും എൻ്റെ ഒരു നിഗമന പ്രകാരം ഇനി സ്റ്റോക്ക് മാർക്കറ്റ് ഫോളോ ആവുന്നതുകൊണ്ട് ബോണ്ട് വാങ്ങണം, ബോണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യണം എന്ന് പറഞ്ഞിട്ടുള്ളൊരു ആഡ് ക്യാമ്പയിൻ വരാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ 2027 കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്ത് പറ്റും? കാരണം ഈ ഇന്ത്യൻ ഗവൺമെൻറ് ബോണ്ടിൻ്റെ പൈസ കൊണ്ടാണ് നമ്മുടെ രാജ്യം റൺ ആവണത്. ഇത് ഇന്ത്യ ഗവൺമെൻറ് കടം വാങ്ങണ പൈസയല്ലേ. അപ്പോൾ ഇനി കൂടുതൽ ആൾക്കാർ ഈ ബോണ്ടിൽ കടം വാങ്ങണമെങ്കിൽ എന്ത് വേണം? ഇൻട്രസ്റ്റ് റേറ്റ് കൂട്ടണം. ഇൻട്രസ്റ്റ് റേറ്റ് കൂട്ടണമെങ്കിൽ അതിനെന്ത് ചെയ്യണം? ഇൻട്രസ്റ്റ് റേറ്റ് കൂട്ടണമെങ്കിൽ എന്തെങ്കിലും ഒരു സാമ്പത്തിക പ്രതിസന്ധി പറഞ്ഞാലല്ലേ ഇത്രയും ഹൈ ഇൻട്രസ്റ്റ് റേറ്റ് കൊടുക്കാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ അത് ബാങ്കുകൾക്ക് പ്രശ്നമാവില്ലേ? അതായത് ബോണ്ടിന് ഇൻട്രസ്റ്റ് റേറ്റ് കൂടുതൽ കിട്ടുക എന്ന് പറയുമ്പോൾ FD ഇടാതെ എല്ലാവരും ബോണ്ടുകളിൽ ഇൻവെസ്റ്റ് ചെയ്ത് തുടങ്ങും. അപ്പോൾ ബാങ്കുകളിൽ നിന്നും ആൾക്കാർ ബോണ്ടുകളിലോട്ട് പൈസ ഇൻവെസ്റ്റ് ചെയ്ത് തുടങ്ങിയാൽ കൂടുതൽ പവർ ഗവൺമെൻറ്റിന് കിട്ടുകയും കുറവ് പവർ ബാങ്കുകൾക്ക് കിട്ടുകയും ചെയ്യും. കൂടുതൽ പവർ ഗവൺമെൻറ്റിന് കിട്ടിയാൽ
ഗവൺമെൻറ് റൺ ചെയ്യുന്ന ആൾക്കാരുടെ കയ്യിലാവില്ലേ മൊത്തം പവർ ആൻഡ് കൺട്രോൾ? കൊള്ളാലോ. അപ്പോൾ ബാങ്കുകളെക്കാട്ടിലും പവർഫുൾ ആയിരിക്കില്ലേ പൊളിറ്റീഷ്യൻസ്? എനിക്ക് തോന്നുന്നത് എന്തെങ്കിലും ഒരു വലിയ ക്രൈസിസ് പറഞ്ഞിട്ട് ഇവർ ഈ ബോണ്ട് റേറ്റ് കൂട്ടാൻ സാധ്യതയുണ്ടെന്ന് തോന്നുന്നു. നോക്കാം. അപ്പോൾ 2027 ഫെബ്രുവരിക്ക് ശേഷം കുറച്ച് കെയർഫുൾ ആയിരിക്കണം എന്ന് എനിക്ക് തോന്നുന്നു ഈ ഒരു സിനാരിയോ വെച്ചിട്ട്. ബാങ്കിങ്ങിൽ എന്തായാലും ക്രൈസിസ് വരും, കാരണം ബോണ്ടിന് അതിനെക്കാട്ടിലും വാല്യൂ ഉണ്ട്, FD ഇടില്ല. അപ്പോൾ ബിസിനസ്സുകൾക്ക് ലോൺ കിട്ടാനുള്ള കാര്യങ്ങളും ബുദ്ധിമുട്ടാവും, കാരണം കൂടുതൽ ഇൻട്രസ്റ്റ് റേറ്റ് കൊടുക്കേണ്ടി വരും. പിന്നെ ആർക്കെങ്കിലുമൊക്കെ, അതായത് ഫിക്സഡ് ഇൻട്രസ്റ്റ് റേറ്റ് അല്ലാതെ ലോൺ എടുത്തിട്ടുണ്ടെങ്കിൽ, ഫ്ലോട്ടിംഗ് ഇൻട്രസ്റ്റ് റേറ്റിലാണ് നിങ്ങൾ ലോൺ എടുത്തിട്ടുള്ളത് എങ്കിൽ അത് ഫിക്സഡിലോട്ട് മാറ്റാൻ ശ്രമിക്കുക പരമാവധി. കാരണം അതായത് ഇന്ത്യൻ ഗവൺമെൻറ്റിൻ്റെ ഇൻട്രസ്റ്റ് റേറ്റിന് അനുസരിച്ചിട്ടാണ് നിങ്ങൾ എടുത്ത ലോണിൻ്റെ ഇൻട്രസ്റ്റ് റേറ്റ് എങ്കിൽ ഈ 5% എന്നുള്ളത് 12% നിങ്ങളിപ്പോൾ കൊടുക്കുന്ന പലിശയെക്കാട്ടിലും 2 ഇരട്ടി ഇൻട്രസ്റ്റ് നിങ്ങൾക്ക് കൊടുക്കേണ്ടി വരും. അപ്പോൾ തന്നെ നിങ്ങൾ ആരെങ്കിലുമൊക്കെ ലോൺ എടുത്തിട്ടുണ്ടെങ്കിൽ ആ ലോൺ ഫ്ലോട്ടിംഗ് ഇൻട്രസ്റ്റ് റേറ്റ് ആണോ എന്ന് ചോദിക്കുക. ആണെങ്കിൽ അതിനെ പെട്ടെന്ന് തന്നെ ഫിക്സഡ് ഇൻട്രസ്റ്റ് റേറ്റിലോട്ട് മാറ്റുക. കാരണം ബാങ്കുകൾക്ക് നിലനിൽക്കണമെങ്കിൽ ഈ ഇൻട്രസ്റ്റ് റേറ്റിനനുസരിച്ചിട്ട് അവരവരുടെ ഇൻട്രസ്റ്റ് റേറ്റ് മാറ്റിയേ പറ്റൂ. ഗവൺമെൻറ് നിലനിൽക്കണം. അപ്പോൾ ഗവൺമെൻറ് ഈ ബോൺസിൻ്റെ ഇൻട്രസ്റ്റ് റേറ്റ് കൂട്ടും. അത് നമ്മൾ വാങ്ങണം. അമേരിക്കക്കാർ ഇനി വാങ്ങില്ല. അപ്പോൾ അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങളുണ്ട്. നമ്മളിനി സ്വയം പര്യാപ്തരാകാൻ പോവുകയാണ്. അമേരിക്കയിൽ നിന്നുള്ള ഫണ്ടുകളെല്ലാം കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നമ്മളും വിൽക്കുന്നുണ്ട്. നമ്മൾ അമേരിക്കക്കാരനെ നോക്കുകയാണെങ്കിൽ അമേരിക്കൻ്റെ ഇതാണ് US 10-year 4%. നമ്മൾ വിറ്റതാണ് ഇത്രയും. 2022 മുതൽ ഈ ഒരു പാറ്റേൺ എന്ന് പറയുന്നത് വിൽക്കുന്നതിൻ്റെ പാറ്റേൺ ആണ്. 2022 മുതൽ 2025 വരെ നമ്മളും US ബോണ്ടുകളെല്ലാം നമ്മൾ അവർക്ക് വിറ്റിരിക്കുകയാണ്. എന്നിട്ട് അതുകൊണ്ടാണ് ഈ ബോണ്ട് ഈൽഡ്, ഇപ്പോൾ US-ലും സ്റ്റോക്ക് മാർക്കറ്റ് ക്രൈസിസ് വരികയാണ്. അതുകൊണ്ടാണ് അവർ US ബോണ്ട് ഇനിയിപ്പോൾ US ബോണ്ടുകൾ വാങ്ങിച്ച് കൂട്ടും, കാരണം US സ്റ്റോക്ക് മാർക്കറ്റ് ക്രൈസിസ് വരുമ്പോൾ. അപ്പോൾ ഇതിൻ്റെ ഈൽഡും കുറയും. അപ്പോൾ വളരെ കെയർഫുൾ ആയിരിക്കുക ഗൈസ്. 2027 ഫെബ്രുവരിക്ക് ശേഷം എന്ത് സംഭവിക്കുന്നൊന്നും അറിയില്ല. ടേക്ക് കെയർ.